ഹലോ ഗായ്സ്, അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോഴി പാർട്സ് കറിയാണ്. അത് ഞാനല്ല ഉണ്ടാക്കുന്നത്, എൻ്റെ സ്വന്തം കെട്ടിയാണ് ഉണ്ടാക്കുന്നത്. എന്തൊക്കെ പൊടികൾ ഇട്ട് എന്ന് ചോദിച്ചാൽ എന്തൊക്കെ പൊടികൾ കൈക്ക് കിട്ടിക്കണോ ആ പൊടികളൊക്കെ ഇട്ടുകൊണ്ടുള്ളൊരു പാർട്സ് കറി. നമ്മളിങ്ങനെ കറക്റ്റ് അളവും ഇതൊക്കെ നോക്കിയിടുമ്പോൾ നമുക്ക് പാളിപ്പോൾ, പക്ഷെ ഓരെങ്ങനെ വെച്ചാലും അതൊരു രസം തന്നെയാണ്. അപ്പം ഞാൻ പാർട്സൊക്കെ നല്ല ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം മൂപ്പരതാ കുക്കർ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഏലക്കായും പട്ടയും മറ്റേ കറാമ്പൂൻ്റെ ഇല, പട്ടൻ്റെ ഇല എല്ലാം ഇട്ടിക്കണ് ഒക്കെ ഇട്ടുങ്ങാണ്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലോട്ട് കറിവേപ്പിൻ്റെ ഇലയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം തക്കാളിയും ഉള്ളിയും 3 തക്കാളിയും 2 ഉള്ളിയും എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി തന്നെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴണ്ട് വരുന്ന സമയത്താണ് എന്താ പറയുക, മല്ലിയിലല്ല പുതിന ഇട്ട് കൊടുക്കുന്നത്. പുതിന ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലോട്ട് പിന്നെ മസാലപ്പൊടികൾ വെക്കണം. മീറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കുറച്ചധികം മീറ്റ് മസാല ഇടുന്നുണ്ട്. പിന്നെ ഇതിൽ മുളകും പൊടി ഒന്നും ഇടുന്നില്ല. പിന്നെ മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. വേറെ പൊടികളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിന്. പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല. അപ്പം ആവശ്യത്തിന് എരിവിനായിട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തത്. നല്ല കറുത്ത കളറിൽ വരണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഈ ഉണ്ടാക്കുന്നത്. പച്ചമസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് എന്താ പറയുക, എണ്ണയൊക്കെ തങ്ങ് തെളിഞ്ഞ് വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പാർട്സ് ഒക്കെ ലിവറും കക്കും കുടലൊക്കെ കൂടി അതിലിട്ട് കൊടുക്കട്ടോ. എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിക്കണ്ട. വെള്ളം ഒഴിക്കുന്നതിൽ കാണുന്നില്ല, കാരണം പാർട്സിൻ്റെ കൂടെ തന്നെ വെള്ളം ഉണ്ടേനു. കഴുകി വെച്ചപ്പോൾ തന്നെ അതിൽ കുറച്ച് വെള്ളം ഉണ്ടേനു. അപ്പം നമ്മൾ ചിന്നമുട്ട, കോഴിമുട്ട, ചെറിയ കോഴിമുട്ടയും കൂടി അതിലിട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ച് തീ കൂട്ടി വെച്ച് ഒന്ന് എന്താ പറയുക തിളച്ച് വരുന്ന സമയത്താട്ടോ കുക്കർ അടച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതൊരു 3-4 വിസിൽ വന്നതിന് ശേഷം ഓഫാക്കുക. സംഗതി എന്തായാലും അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതില്ല, കുക്കർ അടയ്ക്കുന്നതിൻ്റെ മുന്നേ മല്ലിയില അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആണ് കുക്കറൊക്കെ അടച്ചെടുക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്തോളൂ. ലാസ്റ്റായിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി മറന്നു പോയതാണ്. അപ്പം മീറ്റ് മസാലയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടില്ലേനു. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണമെന്ന് പറഞ്ഞപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു. എന്തായാലും സൂപ്പറാണ്, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വെക്കുന്ന മസാല കുത്തൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. ടാറ്റ, ബൈ ബൈ ബൈ.